ഹലോ പിന്നെ എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ പോട്ടെ അപ്പോൾ അനിയത്തിൻ്റെ അടുത്ത് ഒരു അവളെയും കൂടെ എടുത്തോണ്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നേരെ ഫസ്റ്റ് കടയിൽ കയറി എനിക്ക് ആവശ്യമുള്ള അലക്കുലത്തെ ഐറ്റംസ് മേടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നേരെ അകത്തൊക്കെ കയറി അവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഒരു വീടിൻ്റെ ഇവിടെ നല്ല രസമാട്ടോ, പുറകിൽ ഭയങ്കര വലിയ കായലാണ്, നല്ല കാറ്റൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ NTPC അങ്ങനെ സംഭവം, പിന്നെ എൻ്റെ സോളാറിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലൊരു വെള്ളം കിടപ്പുണ്ടായിരുന്നു. ഭയങ്കര പേടിയാണെങ്കിൽ വെള്ളം എനിക്ക് ഭയങ്കര പേടിയാണ്, എങ്കിലും ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അതിനകത്ത് കയറുക. വീഡിയോ ഫോട്ടോസൊക്കെ വേണ്ടി അതുകൊണ്ട് കുറച്ച് പട്ടിഷയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. എൻ്റെ നീങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തന്നെ അറിയാം. പിന്നെ വെള്ളത്തിൻ്റെ മൂട്ടി കിടക്കണമെങ്കിൽ വെള്ളം കാണാത്തൊരു ആക്രാന്തം എനിക്ക് അവിടെ ചെന്നപ്പോഴേക്കും. പിന്നെ അതായത് ഞാൻ വള്ളത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടി പാടുപെടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കിങ്ങിണി ഉണ്ടായിരുന്നു കേട്ടോ, അവനെന്നെ തീരെ പിടിച്ചിട്ടില്ല. അത് കഴിഞ്ഞുള്ള ഇപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഭയങ്കര ഒരു ഗോൾഡൻ കളർ ഇരിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ സൺസെറ്റിൻ്റെ ഒരു ടൈം ആയിട്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. എനിക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നി. വീണ്ടും വെള്ളം കണ്ടപ്പോൾ ചാടി ഞാൻ ഇറങ്ങി. നമ്മൾ വെള്ളം കണ്ടു കഴിഞ്ഞ് ചാടി ഇറങ്ങണമല്ലോ. എൻ്റെ ചാട്ടിൽ നിൽക്കലും കണ്ടത്തൊന്നും വെള്ളമേ ഇല്ലെന്ന് വാതിക്ക് ഇതുപോലൊരു തോടാണ്, പക്ഷേ കായലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടത് വെള്ളത്തിൽ കയറി കുറച്ച് നേരം നമ്മൾ സൺകിസ്റ്റും കൊണ്ടുകൊണ്ട് അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ല രസമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി കാറ്റ് കൊണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ മൈജിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കും അച്ഛനൊരു ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ എൻ്റെ ഫോണിൻ്റെ ദൗത്യം പിന്നെ പകുതി വെച്ചിട്ട് അവിടെ അവസാനിപ്പിച്ചു. പിന്നെ അച്ഛന് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫോൺ നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫുള്ള് എനിക്ക് പറ്റിയിട്ടുള്ള ഫോണുകളൊക്കെ നോക്കി നടക്കുമായിരുന്നു. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഫോൺ വേണമല്ലോ, അങ്ങനെ കുറേ നോക്കിയാണ് ഞാൻ. പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ എടുത്തില്ല, എന്തായാലും എടുക്കും. അങ്ങനെ ഫൈനലി പിന്നെ അച്ഛൻ്റെ ഫോൺ നോക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഫോൺ നോക്കി ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഈ ഒരു ഹെഡ്സെറ്റും പിന്നെ വേറെ എന്തോ ഒരു സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും മേടിച്ചിട്ട് നേരെ വീട്ടിലെത്തി. അപ്പോൾ ടാറ്റാ.